അപ്പം നമ്മൾ ഇന്ന് റേഷൻ അരി വെച്ചുള്ള ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ റേഷൻ അരി, അത് നമ്മുടെ വെളുത്ത അരി, വെള്ള അരി നമ്മൾ എടുക്കുക. എത്രയാണോ ആവശ്യത്തിന് നമ്മുടെ വീട്ടിലെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് അങ്ങോട്ട് എടുക്കാന്നേ. അങ്ങനെ എടുത്ത അരി നന്നായിട്ട് വൃത്തിയായിട്ട് 2, 3, 4, 5 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമ്മൾ തിളച്ച് നിൽക്കുന്ന നമ്മുടെ വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണവേ. പീടുന്ന കൂട്ടത്തിൽ നമ്മൾ ഗ്രാമ്പൂ, കറുവപ്പട്ട, അതൊക്കെ അങ്ങനെയുള്ള കുറച്ച് സ്പൈസസും കാര്യങ്ങളൊക്കെ ഇട്ടാണ് ആ വെള്ളം തിളപ്പിക്കുന്നത്. നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ ബിരിയാണി അരി വെക്കുന്ന പോലെ തന്നെ. പിന്നെ നമ്മളൊരു വലിയൊരു ഉരുളി എടുക്കുക. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കുനുകുനാന്നരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ഇട്ട് നന്നായിട്ട് അങ്ങോട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആ ഇട്ട കൂട്ടത്തിൽ കുറച്ച് ക്യാരറ്റൊക്കെ വീണ് പോയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, എന്തായാലും നമുക്കത് ആവശ്യമുള്ളതല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി 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 കൊടുക്കുമ്പോഴേക്കും ഈ ഒരു പരുവത്തിലേക്ക് വരും, ഗോൾഡൻ ബ്രൗൺ കളർ. അപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ചേക്കണവേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റിന് ഇത്തിരി വേവുള്ളത് കൊണ്ടാണ് അതിനകത്തോട്ട് ഫസ്റ്റ് നമ്മൾ ഇടുന്നത്. ഇടയ്ക്ക് കുറച്ച് തക്കാളിയും പെട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ നമ്മുടെ പച്ചക്കറികൾ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ക്യാരറ്റോ ബീൻസോ തക്കാളിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫ്രൈഡ് റൈസിൽ ചേർക്കാൻ താല്പര്യമുള്ള സംഭവങ്ങളൊക്കെ ഈ ടൈമിൽ നമുക്ക് വഴറ്റി 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 എടുക്കാവുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ ബീൻസ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ക്യാരറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒന്നോ രണ്ടോ തക്കാളിയും എടുത്തു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള എഗ്ഗ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എഗ്ഗാണ് ഇതിനകത്ത് മെയിൻ ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റം. നമ്മൾ ഇതിനകത്ത് വേറെ ഇതൊന്നും ചേർക്കുന്നില്ല. അപ്പം എഗ്ഗ് ഉണ്ടെങ്കിൽ പിന്നെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ഫ്രൈഡ് റൈസൊക്കെ കഴിക്കാനായിട്ട്. പച്ചക്കറി കഴിക്കാത്ത പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുമ്പോൾ നല്ലതായിട്ട് അത് മിക്സായിട്ട് ഈ ഒരു പരുവത്തിലേക്ക് വരും. ഇപ്പം തന്നെ ഒരു തോരൻ്റെ പരുവത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊട്ടാണ് നമ്മുടെ ഇനി മെയിൻ സാധനം നമ്മൾ ചേർക്കേണ്ടത്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ്. അപ്പം നമ്മുടെ റേഷൻ അരിയാണ് കേട്ടോ, വേറെ ഇതൊന്നുമല്ല, നമ്മുടെ റേഷൻ അരിയാണ്, ഒന്നാം തരം റേഷൻ അരി. അപ്പോൾ നമ്മളത് ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ റേഷൻ അരി ആയതുകൊണ്ട് അത് ഒരു പെട്ടെന്ന് വെന്ത് കിട്ടി കേട്ടോ. നമ്മൾ ബിരിയാണി അരിയൊന്നും അല്ലല്ലോ എടുത്തത്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ, നമ്മുടെ ബിരിയാണി അരി തോറ്റു പോവും. അതുപോലത്തെ ഒരു ലുക്കിലാണ് സംഭവം വന്നിരിക്കുന്നത്. ടേസ്റ്റ് എന്ന് പറയാനാണെങ്കിൽ കിടിലം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് കിടിലനാണ്, സൂപ്പറാണ്, പൊളിയാണ്. അപ്പോൾ ഒരു സൺഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പിള്ളേർക്കും ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ബൈ.